ടെലിഫോൺ ലൈനിൽ പെരുമ്പാവൂർ നഗരസഭ മുൻ ചെയർമാൻ ടി.എം. സക്കീർ ഹുസൈൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് മുൻ മന്ത്രിയുമായ ടി.എച്ച്. മുസ്തഫയുടെ മകൻ കൂടിയാണ് ടി.എം. സക്കീർ ഹുസൈൻ. ശ്രീ ടി.എം. സക്കീർ ഹുസൈൻ, ഈ പെരുമ്പാവൂർ നഗരസഭയുടെ ആദ്യ ചെയർമാൻ ആയിരുന്നു പി തങ്കച്ചൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ നാട്ടുകാരൻ എന്ന രീതിയിൽ, ഒപ്പം താങ്കളുടെ പിതാവിൻ്റെ അടുത്ത സുഹൃത്ത് എന്ന നിലയിലൊക്കെ തന്നെ വളരെ അടുത്ത് പരിചയമുള്ള ഒരു വ്യക്തിത്വം വിട പറഞ്ഞിരിക്കുന്നു. എന്താണ് താങ്കളുടെ ഓർമ്മകൾ? ഇത് നികത്താൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് തങ്കച്ചേട്ടന്റെ മരണം പെരുമ്പാവൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് എനിക്കും എൻ്റെ പിതാവ് ഇവിടെ സൂചിപ്പിച്ചത് മാതിരി മരണപ്പെട്ടുപോയ ടി.എച്ച്. മുസ്തഫ അവറുകളുമായിട്ടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് ഈ തരുണത്തിൽ ഏറ്റവും ഓർക്കപ്പെടുന്ന ഒന്നാണ്. കാരണം അങ്കമാലിയിൽ നിന്ന് പെരുമ്പാവൂരിലെ അഭിഭാഷകനായി വന്ന വിപിൻ തങ്കച്ചേട്ടനെ എൻ്റെ പിതാവ് രാഷ്ട്രീയത്തില് ഇടപെടുത്തുകയും രാഷ്ട്രീയത്തിൽ കൊണ്ടുവരികയും അവിടെ കൗൺസിലറായി ആദ്യം മത്സരിക്കുകയും പിന്നീട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് മാതിരി ദീർഘകാലം 14 വർഷത്തോളം പെരുമ്പാവൂർ നഗരസഭയുടെ പിതാവായി നിന്നുകൊണ്ട് പൊതുപ്രവർത്തനം തുടങ്ങി ഈ മരിക്കുന്ന നാൾ ഓർമ്മ ഉള്ള നാൾ വരെയും പൊതു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിതാവും പി തങ്കച്ചനൊക്കെ ചേട്ടനും ചേർന്ന് നിന്നാണ് ഇതിന്റെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അവര് രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ളതിലുപരി പെരുമ്പാവൂർ സാംസ്കാരിക പൈതൃകത്തിന് വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളതാണ്. തീർച്ചയായും അദ്ദേഹം പിന്നീട് MLA ആകുകയും മന്ത്രിയാകുകയും സ്പീക്കറാകുകയും ഒക്കെ ചെയ്തപ്പോഴും പെരുമ്പാവൂരിനെ ചേർത്ത് നിർത്തുകൊണ്ട് പെരുമ്പാവൂർ എന്ന് മാത്രമല്ല, ഈ ജില്ലയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിന്നുകൊണ്ടും കേരളത്തിലെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായും മന്ത്രിയായും സ്പീക്കറായി നിന്നുകൊണ്ട് പൊതു സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. സൗമ്യനായി എല്ലാവരെയും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് മാതിരി എല്ലാ ഘട്ടത്തിലും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട് ഒരു സമീപനത്തിന്റെ നിലപാടുകളാണ്. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും മന്ത്രിസഭാംഗമായിരിക്കുമ്പോഴും സ്പീക്കറായിരിക്കുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന്റെ ആ വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രവർത്തനം അഭിനന്ദനാർഹമായിരുന്നു. തീർച്ചയായും ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പെരുമ്പാവൂരിന്റെ ഒരു നാഥൻ നഷ്ടപ്പെട്ട ഒരു പ്രയാസത്തിലാണ്. കാരണം ആദ്യം എൻ്റെ പിതാവ് മരണപ്പെട്ടു കഴിഞ്ഞു, പെരുമ്പാവൂരിൽ തളങ്കെത്തിയ ഒരു ദുഃഖം, അത് പിന്നീട് ഇപ്പോ തങ്കച്ചൻ്റെ ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ അദ്ദേഹവും കൂടി ഇവിടെ നിന്ന് പെരുമ്പാവൂരിൽ നിന്ന് എന്ന് മരണപ്പെട്ട വാർത്ത കേൾക്കുമ്പോൾ പെരുമ്പാവൂരിനെ സംബന്ധിച്ചോളം തീരാ ദുഃഖത്തിലാണ്. തീർച്ചയായും അദ്ദേഹമൊക്കെ എന്നും സ്മരിക്കപ്പെടുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഒരു വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ്. നന്ദി ശ്രീ ടി.എം. സക്കീർ ഹുസൈൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഇപ്പോൾ